നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം വൈകിട്ട് 4-ന് തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. മുടവൻ മുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MS വീണ ചേരുകയാണ്. വീണ, നമുക്കറിയാം ശ്രീ മോഹൻലാലിന്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായ അമ്മ, ആ അമ്മയുടെ വിയോഗം സിനിമാ സാംസ്കാരിക ലോകം അത് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു. അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അവിടെ നിന്നുള്ള മറ്റ് വിവരങ്ങൾ കൂടി. രാഖി, കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിൻ്റെ മഹാനടൻ്റെ അമ്മ വിടവാങ്ങിയത്. അദ്ദേഹത്തിനുണ്ടായ കുടുംബത്തിനുമുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുവാനും ഒപ്പം തന്നെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാനും നിരവധി പേരാണ് തിരുവനന്തപുരം പൂജപ്പുരയിലെ മുടവൻ മുകളിലെ ഹിൽവ്യൂ എന്ന വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യമെങ്കിലും ഇന്ന് രാവിലെ 5 മണിയോടുകൂടി അമ്മയുടെ അവസാന ആഗ്രഹപ്രകാരമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. പ്രമുഖരടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ച് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നടനും സഹപ്രവർത്തകനുമൊക്കെയായ കേന്ദ്രമന്ത്രി സഹപ്രവർത്തകൻ്റെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അമ്മയുടെ വിയോഗത്തിൽ അദ്ദേഹം എത്തി അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. സഹോദര തുല്യനായി കാണുന്ന മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒപ്പം തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരുമായുമൊക്കെ അമ്മ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരടക്കം സിനിമാ മേഖലയിലുള്ളവരും ഒപ്പം തന്നെ സഹപാഠികളും നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരുമൊക്കെയായി അമ്മയ്ക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ വിയോഗത്തിൽ വാർത്ത അറിഞ്ഞതിന് ശേഷം നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവരുണ്ട്, മറ്റ് മേഖലകളിലെ പ്രമുഖരടക്കമുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും മടങ്ങുന്നതിൻ്റെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹത്തെ മോഹൻലാലിനെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് കുടുംബം കേന്ദ്രമന്ത്രിയും കുടുംബവും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. മോഹൻലാലിൻ്റെ സഹപാഠികളുണ്ട്, ബന്ധുക്കളുണ്ട്, ഒപ്പം തന്നെ അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞതിന് ശേഷം സിനിമാ മേഖലയിലുള്ളവരുണ്ട്, സാംസ്കാരിക രംഗത്തുള്ളവരുണ്ട്, സാമൂഹിക രംഗത്തുണ്ട്, അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നേരത്തെ ഇതുവഴി അമ്മയെ അവസാനമായി ഒരു നോക്ക് കണ്ടു പോകുന്നവർ അമ്മയോടൊപ്പം ചിലവഴിച്ചതിൻ്റെ ചില ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. മകനെ സിനിമാ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരും. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പിന്തുണയും നൽകിയത് അമ്മ ശാന്തകുമാരി ആയിരുന്നു. അമ്മയെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം സംസാരിക്കുമ്പോൾ വികാരാധീനനായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പല അഭിമുഖങ്ങളിലും ഇതിനു മുമ്പ് അദ്ദേഹം നൽകിയിട്ടുള്ള പല അഭിമുഖങ്ങളിലും അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും കുട്ടിക്കാലത്തെ ഓർമ്മകളും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. മകനെ അത്രമേൽ സ്നേഹിക്കുന്ന അമ്മയായിരുന്നു. ചില കഥാപാത്രങ്ങൾ, അതായത് മോഹൻലാൽ ചില സിനിമകളിൽ അവതരിപ്പിച്ച് വൈകാരികമായി ആ കഥാപാത്രത്തിനുണ്ടാകുന്ന ദുരന്തങ്ങളെയൊക്കെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. അത്തരം സിനിമകളൊന്നും അമ്മ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. താളവട്ടം, ചെങ്കോൽ, കിരീടം പോലുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ദുരന്ത പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആ സിനിമകൾ കാണുവാൻ, അതായത് തൻ്റെ മകൻ അവതരിപ്പിക്കുന്ന സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും മകൻ കരയുന്നതും മകൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതും ആ സിനിമയിലെ അവസാനം മകൻ ദുരന്തമായി പര്യവസാനിക്കുന്നതും തരത്തിലുള്ള കഥാപാത്രങ്ങൾ കാണുവാൻ അമ്മയെന്ന നിലയിൽ ഒരിക്കലും ശാന്തകുമാരി അമ്മ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളും, അത്രമേൽ മകനെ സ്നേഹിച്ചിരുന്ന, അത്രമേൽ മകനെ നെഞ്ചോട് ചേർത്തിരുന്ന അമ്മയുടെ വിയോഗ വാർത്ത അത് മോഹൻലാലിനെയും കുടുംബത്തെയും തളർത്തുന്നതാണ്. അദ്ദേഹം ഒപ്പം തന്നെയുണ്ട്. സുഹൃത്തുക്കളടക്കം നിരവധി പേർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരടക്കം നിരവധി പേരുണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചപ്പോൾ തന്നെ 5 മണിക്കാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ തന്നെ ഈ വീട്ടിലേക്ക്, മുടവൻ മുകളിലെ ഈ വീട്ടിലേക്ക്, ഹിൽവ്യൂവിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ പിന്തുണ നൽകിയ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക, അവരുമായി എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടൽ കൂടി നടത്തുന്ന അമ്മയായിരുന്നു. മനുഷ്യസ്നേഹിയായിരുന്നു എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് ശാന്തകുമാരി അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് പോയതിൽ ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല എങ്കിൽ പോലും നിങ്ങൾ ഈ വാർത്ത
വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കൃത്യമായി പറയണം. അനാഥാലയത്തിലെയും മറ്റും കുട്ടികളെ സഹായിക്കുന്നതിൽ അമ്മ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മനുഷ്യസ്നേഹിയായിരുന്നു. ആരോരുമില്ലാത്ത കുട്ടികളെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അമ്മ എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നു എന്ന കാര്യങ്ങൾ കൂടി ഈ ഒരു നിമിഷം അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഇവിടെ എത്തുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മ തിരിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാൽ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. കൊച്ചിയിലായിരുന്നു എങ്കിൽ പോലും തിരുവനന്തപുരത്താണ് ഏറെക്കാലം ജീവിച്ചത്. ആ കുടുംബ വീടാണിത്. ഈ കുടുംബ വീട്ടിലാണ് മോഹൻലാലിൻ്റെ പിതാവും സഹോദരനുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ തന്നെ ആയിരിക്കണം അമ്മയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കേണ്ടിയിരുന്നതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് മോഹൻലാലും കുടുംബവും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ബന്ധുക്കളുമൊക്കെ തിരുവനന്തപുരത്തുണ്ട്. അവർ അമ്മയെ ഒരു നോക്ക് കാണുവാനായിട്ടും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനുമായി ഇങ്ങോട്ടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് അമ്മയുടെ അവസാന ആഗ്രഹം എന്നോണം തിരുവനന്തപുരത്തെ ഈ വീട്ടിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അത്തരത്തിലുള്ള അന്ത്യവിശ്രമം ഒരുക്കുന്നതിനുള്ള കാര്യങ്ങളും ഈ വീടിനോട് സമീപത്ത് ചേർന്നുള്ള പറമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാഖി. മോഹൻലാലിന്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും അന്ത്യവിശ്രമം കൊള്ളുന്ന വീട്ടുവളപ്പിലാണ് അമ്മയ്ക്കും ഇന്ന് അന്ത്യനിദ്ര ഒരുക്കുന്നത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്തെ മുടവൻ മുകളിലുള്ള നടൻ മോഹൻലാലിന്റെ വസതിയിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ നടക്കും എന്നുള്ളതാണ്. പൊതുദർശനം തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. അവസാനമായി മഹാനടന്റെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി സിനിമ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ ആ വീട്ടിലേക്ക് എത്തുകയാണ്. ഒപ്പം നാട്ടുകാരും എല്ലാവരും തന്നെ അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാനായി എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.